ദേവസ്വം ബോർഡ് നിയമനങ്ങൾക്ക് ഇനി മുതൽ പുതിയ സോഫ്റ്റ്വെയർ കോട്ടയത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ പുതിയ സോഫ്റ്റ്വെയർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ നിയമനത്തിനുള്ള നടപടികൾക്ക് പുതിയ സോഫ്റ്റ്വെയർ വഴി തുടക്കം കുറിച്ചതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകളിലേക്കുള്ള നിയമനങ്ങൾ ഇനി മുതൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പുതിയ സോഫ്റ്റ്വെയർ വഴിയാകും നടക്കുക. ആദ്യഘട്ടം ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ 38 തസ്തികകളിലായി 400 ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനുള്ള നടപടികൾ പുതിയ സോഫ്റ്റ്വെയർ വഴി തുടക്കം കുറിക്കുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ വെറ്റിനറി സർജന്മാർ മുതൽ ലാബ് അസിസ്റ്റന്റ് വരെയുള്ള വിവിധ തസ്തികകളിലെ അതിൽ കഴകക്കാരുണ്ട്, മാലകെട്ടുകാരുണ്ട്, ചില പ്രത്യേക ജോലികൾ, അവിടുത്തെ ആനകളെ പരിപാലിക്കുന്നവരുണ്ട്, മറ്റ് ഗോശാലകൾ പരിപാലിക്കുന്നവരുണ്ട്. ഇത്തരത്തിലുള്ള 400ഓളം ആളുകൾ വർഷങ്ങളായി അവിടെ ജോലി ചെയ്തിരുന്നവർ. ആ ജോലി ചെയ്തിരുന്നവർക്കൊന്നും ഇനിയൊരു ഭാവി മറ്റെവിടെങ്കിലും പോയി മറ്റൊരു വഴി കണ്ടുപിടിക്കാൻ മാർഗമില്ല. അപ്പോൾ 38 തസ്തികകളിലായി 400-ൽ പരം വേക്കൻസിയാണ് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. സംസ്ഥാനത്തെ 5 ദേവസ്വം ബോർഡുകളിലേക്കുള്ള നിയമനത്തിനുള്ള ഏജൻസിയാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. സർക്കാർ ഏജൻസിയായ സീഡിറ്റാണ് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുള്ളത്. ചടങ്ങിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് KV മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ മുഖ്യപ്രഭാഷണം നടത്തി. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.